ഇന്നത്തെ ഈ റെസിപ്പി സ്നാക്സ് ആണോ എന്ന് ചോദിച്ചാൽ അതല്ല, ചോറിൻ്റെ കൂട്ടാനാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ കൂർക്കയില്ലേ, കൂർക്ക 65 ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പരീക്ഷണമാണ് ഇതേ. നമുക്ക് നോക്കാം. ആദ്യം കൂർക്ക കഴുകി നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് നമ്മുടെ കുക്കറിലേക്കിട്ട് ഫിസിലടിപ്പിക്കാം. ഒറ്റ ഫിസിലടിച്ചാൽ മതി കേട്ടോ. ഞാൻ എപ്പോഴും കൂർക്ക ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ കയ്യിൽ കറയൊന്നും പറ്റത്തൂല, ഭയങ്കര ഈസിയുമാണ് അതിൻ്റെ ആ തൊലി അങ്ങനെ പൊളിച്ചെടുക്കാൻ. കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാവേ. ആദ്യം കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിക്കുക, ആ വെള്ളത്തിന് കുറച്ചേരം ഇടുക. അത് കഴിയുമ്പോൾ നമ്മൾ നോർമൽ വെള്ളത്തിലേക്ക് മാറ്റി ഇത് പൊളിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ മസാലയ്ക്ക് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, നമ്മുടെ മുളക് പൊടി ഞാൻ നോർമൽ മുളക് പൊടി കാശ്മീരി കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. പിന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല ഇല്ലേ, നമ്മുടെ ഗരം മസാല ഇട്ട്, പിന്നെ ഞാൻ അതിനകത്ത് വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്, ഇച്ചിരി മീറ്റ് മസാല, നമ്മുടെ ഇറച്ചി മസാല ഇല്ലേ അതുകൂടെ ചേർത്ത്. ഇനിയിപ്പോൾ നമ്മുടെ ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. നമ്മളെല്ലാത്തിനും ഉപ്പ് ചേർക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എല്ലാത്തിനും ഉപ്പ് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് ആ പൊടികൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ. എന്നിട്ട് നമ്മുടെ അരിപ്പൊടിയില്ലേ, ഇടിയപ്പപ്പൊടി, അതും കുറച്ച് നമ്മുടെ കോൺഫ്ലവർ കൂടി ഇടുവാണേ കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ കൂർക്ക ഇച്ചിരി വലുതായെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അതെല്ലാം 2 കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചതാണേ. 2 കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ച് അല്പം വെള്ളമൊക്കെ കൂടി ഒഴിച്ച്, അതായത് ഈ കൂർക്കയിൽ ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്പം വെള്ളമൊക്കെ കൂടി ഒഴിച്ച്. നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ പകരം ഇച്ചിരി തൈര് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. തൈര് ഒഴിച്ചാലും ഇങ്ങനെ ആക്കാവും, നമുക്ക് പറ്റും. ഈ മസാലേനെ ഇങ്ങനെ ഒരു ചെറിയ പേസ്റ്റ് പോലെ ആക്കാൻ പറ്റും. അതെ, നോക്കണ്ട, ഈ പേസ്റ്റ് പോലെ ആക്കി നമ്മുടെ കൂർക്ക നന്നായിട്ട് പുരട്ടി നന്നായിട്ട് അതിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. കൂർക്കയുടെ എല്ലാ ഭാഗത്തും ആ മസാലകൾ എത്തണം കണ്ടോ. ഞാൻ നല്ല കൈ കൊണ്ട് നല്ലതായിട്ട് പുരട്ടി അങ്ങ് വെക്കണം. ഒരു 15 മിനിറ്റ്, അരമണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും വെക്കണേ. എന്നിട്ട് നമ്മുടെ ചട്ടി വയ്ക്കുക, നമ്മുടെ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം തീ സിമ്മിലേക്കിട്ട് നമ്മുടെ കൂർക്ക കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് ചട്ടിയിലേക്ക് ഇടുക. ഈ സമയത്തുണ്ടല്ലോന്നേ നല്ല സ്മെല്ലാണ്. നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് നമ്മുടെ നോർമൽ ചിക്കൻ 65 ഒക്കെ ഉണ്ടാക്കുന്ന പോലെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചങ്ങോട്ട് ഇട്ടാലുണ്ടല്ലോ, സൂപ്പർ.